നിഷ്കളങ്കത എന്ന് പറയുന്നതും അയ്യോ മറ്റുള്ളവർ പറ്റിക്കും, അത് അങ്ങനെ അതൊരു നിഷ്കളങ്കയായിട്ടുള്ള ഒരെണ്ണമാണ്, പെട്ടെന്ന് മനസ്സിലാകത്തൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയല്ല, അതൊരു ഡിസ്ക്വാളിറ്റിയാണ്. മറ്റുള്ളവരെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ഓരോ ദുരന്തങ്ങൾ നമ്മളെ തേടി വരും. അനുഭവിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എപ്പോഴും ഇതുപോലെയുള്ള ആളുകളുടെ പിന്നാലെ അജ്ഞാതരിറങ്ങി നടന്ന അവരിവരെ പിടിച്ചോളുമെന്നൊന്നും ധരിച്ചു പോകരുത്. എപ്പോഴും അതൊന്നും വർക്കൗട്ട് ആകത്തില്ല. വൈകാരികമായും സാമ്പത്തികമായും ലൈംഗികവുമായ ചൂഷണം നടത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇതേ കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയാണ് പൊതുവെ ടെററിസത്തിന് കാലങ്ങളായി ഉപയോഗിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദമാണെങ്കിൽ മുഖ്യമായും ചതിയും ലൈംഗിക ചൂഷണവുമാണ്. ഇവരെ പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെ സെൻസിറ്റീവ് ഡാറ്റ കിട്ടും എന്നതാണ് ഇനി ചോദ്യം. സെൻസിറ്റീവ് ഡാറ്റ എന്നത് ആപേക്ഷികമായ ഒന്നാണ്, മറ്റുള്ളവർക്ക് സാധാരണം എന്ന് തോന്നുന്ന ഒന്ന്. രാജ്യസുരക്ഷ സംബന്ധിച്ച് സെൻസിറ്റീവ് ഡാറ്റ ഓർത്തു നോക്കൂ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഫേസ്ബുക്ക് സുഹൃത്തിന്റെ നിർബന്ധത്തിൽ യുദ്ധക്കപ്പലിന് മുന്നിൽ നിന്ന് എടുത്ത സെൽഫിയാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതെയാക്കിയത്. അയാൾ അറിഞ്ഞുപോലും ഉണ്ടായിട്ടാണില്ല ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് എന്നത്. ഒന്നിൽ നിന്ന് അനേകം ഫോട്ടോയിലേക്ക് എത്തിയപ്പോൾ പോലും അയാൾക്ക് മനസ്സിലായില്ല. ചാരപ്രവൃത്തിക്ക് ആദ്യം വേണ്ടത് ആ വിഷയത്തെക്കുറിച്ച് അടിസ്ഥാന അറിവുകളാണ്. അതിൽ നിന്ന് പിടിച്ചു കയറിയാണ് ക്രിട്ടിക്കൽ ഡാറ്റയിലേക്ക് എത്തുക. അങ്ങനെ വരുമ്പോൾ ഈ ബേസിക് ഡാറ്റ ഒരു സെൻസിറ്റീവ് ഡാറ്റയായി മാറുകയാണ്. ഉദാഹരണമായി 2008 മുംബൈ ഭീകര ആക്രമണം എടുത്താൽ തീവ്രവാദികൾ ലക്ഷ്യമിട്ട CST റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ താജ് ഹോട്ടൽ ഒന്ന് ഗൂഗിളിൽ തപ്പി കിട്ടുന്നതേ ഉള്ളൂ. എന്നാൽ അവർക്ക് അതിനടുത്ത് വേണ്ട ഹൈഡ് ഔട്ട്സ്, ഇടവഴികൾ ഇതൊക്കെ അറിയണമെങ്കിൽ ആ സ്ഥലത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസ് ഒക്കെയാണ് ഉപകാരപ്പെടുക. ഒരു ട്രാവൽ വ്ലോഗർ അതുകൊണ്ടാണ് ട്രാവൽ വ്ലോഗർമാരെ പോലെയുള്ള ആളുകളെ തന്നെ ഇവരുടെ വലക്കകത്ത് ഇവർ കൊണ്ടുവന്നത്. ശരിയാണ് സാരംഗ് പറഞ്ഞത്. യുവാക്കൾക്ക്, യുവതികൾക്കും കോളേജുകളിലൂടെ, സ്കൂളുകളിലൂടെ കൃത്യമായ രൂപത്തിൽ എഡ്യൂക്കേഷൻ നൽകണം, സൈനിക പരിശീലനം കൊണ്ടുവരണം. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ രാജ്യ താല്പര്യം മാറി മാറി വരുന്ന നിയമങ്ങൾ അവരുമായി അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ആരൊക്കെയാണ് രാജ്യദ്രോഹികൾ, ആരാണ് രാജ്യസ്നേഹികൾ, അവരൊന്ന് അറിയട്ടെ. ഇപ്പോ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ അതുപോലെ അതിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് മാത്രമാണ് അത്തരം പ്രാക്ടീസുകൾ കിട്ടുന്നത്. ഇത് സ്കൂൾ തലത്തിൽ തന്നെ രാജ്യദ്രോഹത്തിന് ലഭിക്കുന്ന ശിക്ഷയും രാജ്യസ്നേഹികൾക്ക് ലഭിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള പരിഗണനകളെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അതെ, നിലവിൽ SSB ഉണ്ടത് പോരാ, നിലവിൽ SPC ഉണ്ടത് പോരാ, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് NCC ആയിരുന്നു, പോരാ. എല്ലാവർക്കും ഈ രാജ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അല്ലാതെ എന്നെ പറ്റിച്ചോ എന്നും പറഞ്ഞ് ചെന്ന് കയറി കൊടുക്കുന്ന രീതിയിലുള്ള ആളുകളെ അല്ല നമുക്ക് വേണ്ടത്. ഇപ്പോ INS വിക്രാന്തി എവിടെയാണ് എന്നത് കൃത്യമായ രൂപത്തിൽ എല്ലാ രാജ്യസ്നേഹികൾക്കും അറിയുന്ന കാര്യമാണ്. അതിനെ കൊച്ചിയിലെ സൈനിക ക്യാമ്പിലേക്ക് വിളിച്ചു ചോദിക്കേണ്ടതില്ല INS വിക്രാന്തിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന്. കോഴിക്കോടുള്ള ഒരു എലത്തൂരുകാരനായ മുജീബ് റഹ്മാന് നമ്പരു മാറ്റി സഹോദരിയുടെ വീട്ടിൽ പോയി ലൊക്കേഷൻ മാറ്റിയിട്ട് രാഘവൻ എന്ന പേരിൽ വിളിച്ച് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ ചോദിക്കേണ്ടതില്ല. അത് അനിവാര്യമാണ്. അങ്ങനെ ഒരു ഈരെ അവിടെ വേണം. ഇവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണോ അല്ലേ? പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന്, അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഏജന്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് കിമ്പളം പറ്റിയിട്ട് അവരോട് എത്രമാത്രം കൂറ് കാണിക്കുന്നു എന്നതൊന്നും അറിയണ്ടേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ പണത്തിനു വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കാനും ഏതറ്റം വരെ പോകാനും യാതൊരു മടിയുമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ സിരകളിലൂടെ ഓടുന്ന ചോര മുസ്ലിമിന്റെ ചോരയാണ്, ഇസ്ലാമിന്റെ ചോരയാണ്. ആ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന് തെളിയിക്കാൻ ഒരു ഷാരൂഖ് സൈഫിയോ, ഒരു മുജീബ് റഹ്മാനോ, ഒരു ദാവൂദ് ഇബ്രാഹിമോ, അങ്ങനെ 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 എത്ര പേര് വേണമെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, സംശയമില്ല. അവിടെയാണ് ഉപകാരമാവുക. ഇനി ഒരു കണ്ടോൺമെന്റ് ഏരിയ അല്ലെങ്കിൽ ഒരു നേവൽ ബേസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നേവൽ ബേസിന്റെ കണ്ടോൺമെന്റിന്റെ ഏരിയയിൽ മാത്രമേ ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന വിലക്കപ്പെട്ടിട്ടുള്ളൂ. അതിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ, അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ പോകുന്ന ഇടത്തൊക്കെ ഫോട്ടോ എടുക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടില്ല. വെറുതെ ഒരു രസത്തിന് വീട് കണ്ടോൺമെന്റ് ഏരിയയ്ക്ക് അടുത്താണല്ലോ, അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് എന്നൊരു നിർദോഷമായ ആവശ്യം സൗഹൃദത്തിന്റെ പുറത്ത് മറ്റൊന്നും ആലോചിക്കാതെ ചെയ്യുന്ന സാധാരണക്കാരൻ ട്രാപ്പിലാകും. പിന്നെ അത് കുറ്റമായി പുറത്തറിയാതെ ഇരിക്കാൻ പിന്നീടുള്ള അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ സമ്മർദ്ദിതനുമാകും. വെറും ഒരു PG വിദ്യാർത്ഥി കണ്ടോൺമെന്റ് ഏരിയയുടെ ഫോട്ടോ
ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ ഇത്രയും വലിയൊരു ചതിയിൽ പെടുകയാണ് എന്ന് ചിന്തിച്ചു കാണുമോ? സ്ത്രീകളാണെങ്കിൽ പ്രണയം എന്ന നാടകവും പിന്നീടുള്ള വിശ്വാസത്തിന്റെ പുറത്തുള്ള ലൈംഗിക ബന്ധവും കൂടെ ആയാൽ ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകും. അല്ലെങ്കിൽ അവർ വിദഗ്ധമായ ചതിയെ ഭംഗിയുള്ള പ്രണയമായി കണ്ട് തുടരും. ഉസാലയ്ക്കും ജ്യോതിക്കും ഒക്കെ പറ്റിപ്പോയത് അതാണ്. പാകിസ്ഥാൻ എംബസിയിലെ സുന്ദരനായ ഉദ്യോഗസ്ഥനോട് തോന്നിയ ഒരു ക്രഷ് പ്രണയമായതും എളുപ്പത്തിൽ കാശുണ്ടാക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവന്റെ സഹായവും രാജ്യസ്നേഹത്തെക്കാൾ വലുതായി പോയി. ഹിന്ദുക്കളെ ഇരയാക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ഹിന്ദുക്കൾ രാജ്യത്തിനെതിരായി പാകിസ്ഥാൻ അനുകൂലമായി ഇസ്ലാം തീവ്രവാദത്തിന് അനുകൂലമായി ഒന്നും ചെയ്യില്ല എന്ന സർക്കാരിന്റെ ഏജൻസികളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെയാണ് പാകിസ്ഥാൻ മുതലാക്കുന്നത്. വൈകാരിക ബന്ധങ്ങൾ, പണം, വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, വ്യാജ വിവാഹ വാഗ്ദാനങ്ങൾ എന്നിവയിലൂടെ മതപരവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ദുർബലരായ വ്യക്തികളെ വഴിതെറ്റിച്ചൊരു വലിയ ചാരവൃത്തിയുടെ ഭാഗമാക്കുന്ന ചതിയുടെ മഞ്ഞുമലയുടെ ഒരറ്റം. വിവാഹബന്ധം തകർന്നവർ, വിധവകൾ, ഒറ്റപ്പെടലും ദാരിദ്ര്യവും അനുഭവിക്കുന്നവർ, ഇവരൊക്കെ വളരെ വൾനറബിൾ ആയ വിഭാഗമാണ്. അങ്ങനെയുള്ളവരെ ചതിയുടെ ഇരയാക്കാൻ എളുപ്പം. ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളും കൃത്യമായ രൂപത്തിൽ നമ്മളോട് സൗഹൃദം കൂടി വരുന്ന ആളുകൾ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വരുന്നത്. അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് ചെയ്യാൻ തയ്യാറാകുമോ? അവരെന്തെങ്കിലും തന്നാൽ ഉടനെ നമ്മളത് തിന്നാൻ തയ്യാറാകുമോ? അത് തിന്നു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങിപ്പോകുന്നു. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഇവര് നമ്മളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. ഈ ചൂഷണം ഒടുവിൽ ബ്ലാക്ക് മെയിലിംഗ് ആയി മാറുന്നു. അങ്ങനെ ഒരുപാട് അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ തന്നെ അനുഭവ പരിജ്ഞാനവുമായി എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ വീണ്ടും ആ വലയിലേക്ക് ചെന്ന് വീണു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല, അത്ര ഈസിയുമല്ല. ആലോചിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് വാഹനാപകടങ്ങൾ കാണുന്നു. എന്തിനാ വല്ലവരും അപകടത്തിൽപ്പെട്ടതൊക്കെ നമ്മൾ വായിക്കുന്നത്? ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. നമ്മൾ ദിവസവും വാർത്തകൾ വായിക്കുന്നു, കാണുന്നു. ചുറ്റിനും നടക്കുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് അറിയണം. നമ്മൾ ഈ രാജ്യത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് പഠിക്കണം കാര്യങ്ങൾ. ഇതിനു മുമ്പുള്ള അനുഭവ സമ്പത്തുള്ള ആളുകൾ അത് തുറന്നു പറയുമ്പോൾ, എന്റെ സുഹൃത്തുക്കളാണ് എന്നെ വീഴ്ത്തിയത്, എന്റെ റൂംമേറ്റ്സ് ആണ് വീഴ്ത്തിയത്, ഒരു പയ്യനെ കൊണ്ടുവന്നു പരിചയപ്പെടുത്തിയത് എന്റെ സുഹൃത്തായിരുന്നു, അങ്ങനെ ഞാൻ അവനെ വിശ്വസിച്ചു, അവൻ തന്ന ജ്യൂസ് വാങ്ങി ഞാൻ കുടിച്ചു, പിന്നീട് ഉറക്കം കഴിഞ്ഞൊന്ന് ഉണർന്നപ്പോൾ ശരീരമാസകലം ഒരു വേദന, ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവനും ഒരു നീറ്റൽ, കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു, നിനക്ക് ഞാൻ വാട്സപ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് നോക്കൂ. അങ്ങനെ വീഡിയോ നോക്കുമ്പോൾ ഞെട്ടിത്തെരിച്ച പെണ്ണ് എന്ത് ചെയ്യണം? മരിക്കണോ ജീവിക്കണോ? ആരോടെങ്കിലും തുറന്നു പറയണോ? ഒരു സെക്കൻഡ് നേരം മതി നിന്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ. എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. ഒടുവിൽ ആ പെണ്ണ് മരിക്കാൻ ഭയന്ന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രതിചോദ്യം ചോദിക്കുന്നു. ശരി, എന്നാൽ ഇത് ചെയ്തോളൂ. അങ്ങനെ രാജ്യവിരുദ്ധരായി മാറിയ, തീവ്രവാദികളായും രാജ്യത്തിന്റെ ഒറ്റുകാരായും മാറിയ, കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഡിസ്ട്രിബ്യൂട്ടറായി മാറിയിട്ടുള്ള അനേകായിരം ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ അനുഭവങ്ങളാണ്. നമ്മളാരും അതിനകത്ത് വീഴാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളൊക്കെ ജീവനും ജീവിതവും ബലിയർപ്പിച്ച് നിർഭയത്വം പോലും ഇല്ലാതെ, യാത്ര ചെയ്യാൻ പോലും സാധിക്കാതെ, കയ്യും കാലും കൂട്ടിയിട്ടതുപോലെ എവിടെയെങ്കിലും ഒരു കരിയിലെ അനക്കം കേട്ടാൽ പോലും ഭയം നമ്മളെ കൊല്ലാൻ വന്നവരാണോ? എന്നിട്ടും ഈ യാഥാർത്ഥ്യം, ഈ സത്യം, ഈ ഇസ്ലാമിലെ തീവ്രവാദം നിങ്ങളോട് തുറന്നു പറയുന്നത് ഇനിയും ഒരാളും ഈ വലയിൽ അകപ്പെടരുത് എന്നതുകൊണ്ടാണ്. എന്നിട്ടും മനസ്സിലാക്കാതെ ചെന്ന് കയറിക്കൊടുത്താൽ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം അനുഭവിക്കുകയല്ലാതെ രക്ഷയില്ല. അതെ,